وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ മുമ്പ് ക്ലാസ്സുകളിലായിട്ട് എടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സമ്പൂർണമാണ്, ഇസ്ലാമിന്റെ നിയമങ്ങള് ജീവിതത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നതാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായി അവസാനം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്ത് അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ, ആ 5 സ്തംഭങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക ഇടപെടലുകൾ കൂടി നമ്മളെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നുണ്ട് ആ ഇബാദത്തുകൾ എന്നുള്ളതാണ് പറഞ്ഞു വന്നിരുന്നത്. അതിന് നമസ്കാരം നമ്മൾ പറഞ്ഞു. നമസ്കരിക്കുന്നത് തന്നെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഒരു സമൂഹം നല്ല സംസ്കാരത്തോടു കൂടി വളരുവാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നമസ്കരിക്കുമ്പോൾ എൻ്റെ അയൽവാസിക്ക് കൂടി, എൻ്റെ ഗ്രാമത്തിനു കൂടി, എൻ്റെ രാജ്യത്തിനു കൂടി എന്തുണ്ട്, ഉപകാരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള ഇസ്ലാമിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ്. അപ്പൊ സമ്പത്തിനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, സക്കാത്ത് സംവിധാനം, അത് എങ്ങനെയാണ് സാമൂഹികമായ ഒരു ഇടപെടലിനെ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അവസാനം പറഞ്ഞത് അല്ലെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 1-2 ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പൊ ഉത്തരം പറയണേ ഇൻഷാ അല്ലാഹ്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് സമ്പത്തിനെ കുറിച്ച് ലോകത്ത് 3 കാഴ്ചപ്പാടുകളാണുള്ളത്. എത്ര കാഴ്ചപ്പാടുകളാണ്? 3 കാഴ്ചപ്പാടുകൾ. ആ 3 കാഴ്ചപ്പാടുകൾ ഏതൊക്കെയാണ്? അതാണ് ചോദ്യം. മുതലാളിത്തം, വെരി ഗുഡ്. സ്റ്റേറ്റ്, കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക, അത് ഏതാണ്? മുതലാളിത്തത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടും കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടുമാണ് ഉള്ളത്. ഓക്കെ, അതിലെന്താണ് വ്യത്യാസം? ഓരോന്നൊന്ന് പറയാൻ പറ്റുമോ? മുതലാളിത്തം എന്നാല് ഒരു എന്താ പറയാ, പണക്കാരന് മാത്രമേ സമ്പത്ത് ഉണ്ടാവുള്ളൂ, മുതലാളിയാൾക്ക് മാത്രമേ സമ്പത്ത്. അഥവാ സമ്പാദിക്കുവാനുള്ള അവകാശവും അത് ചെലവഴിക്കുവാനുള്ള അവകാശവും ആ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കും അല്ലെ. ആ വ്യക്തിക്കായിരിക്കും അതിന്റെയൊക്കെ അവകാശം. എങ്ങനെയും സമ്പാദിക്കാം, എങ്ങനെയും ചിലവഴിക്കാം. അപ്പോ അതില് വഞ്ചന ഉണ്ടാകും, ചതി ഉണ്ടാകും. അതുപോലെ തന്നെ അതൊന്നൊരു വിഷയമല്ല. സമ്പാദിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അത് എങ്ങനെയും സമ്പാദിക്കുവാനും എങ്ങനെയും ചെലവഴിക്കുവാനുമുള്ള അവകാശം സമ്പാദിക്കുന്നവന് ഉണ്ടായിരിക്കും. അതാണ് മുതലാളിത്തത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെ. ഓക്കെ, അപ്പോ അതിലൂടെ മുതലാളി ഒരാള് സമ്പത്തുള്ളവനായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ദരിദ്രൻ പിന്നെയും ദരിദ്രനായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാൾട്ട് അല്ലെ, അതിന്റെ ഒരു മൈനസ് അതാണ്. അപ്പോ അത് മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാട്. ഇനി നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാട്. അതെന്തായിരുന്നു സമ്പത്തുമായി ബന്ധപ്പെട്ട്? അത് നമ്മൾ സമ്പാദിക്കുന്ന പൈസ എല്ലാം ഭരണത്തിന് കൊടുക്കണം. നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ ഭരണത്തിന് കൊടുക്കും, എന്നിട്ട് ഭരണം അത് വീതിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. അതെ. അതിന്റെ ഒരു മൈനസ് എന്താണ്? അതിന്റെ ഒരു പ്രശ്നം എന്താ? അത് കേൾക്കുമ്പോ നല്ല രസമല്ലേ? എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരേപോലുള്ള സമ്പത്തായിരിക്കും ഉണ്ടാവുക. നിങ്ങളെ കുടുംബത്തിക്കും ഗവൺമെന്റ് തരും ഒരു സമ്പത്ത്. വലിയ മുതലാളിയുടെ എത്ര വലിയ സമ്പാദിക്കുന്ന ആളാണെങ്കിലും അവൻക്കും ഒരു വിഹിതം. അത് നല്ലതല്ലേ? നല്ലതാണോ?
ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, വികസനം ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ നാടിന്റെ പുരോഗതിയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയോ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുരടിപ്പുകളാണ്, വികസന മുരടിപ്പുകളാണ് അതിലൂടെയൊക്കെ സംഭവിക്കുക. പിന്നെ മനുഷ്യന്റെ ഒരു പ്രകൃതത്തിന്റെ എതിരവുമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് ലോകത്ത് നിലനിന്നിട്ടില്ലാത്തൊരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ഒരിക്കലും തന്നെ വിജയിക്കുകയോ നിലനിൽക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് മ്യൂട്ട് ആക്കുക. ഓക്കെ. അപ്പൊ വികസനം ഈ ലോകത്ത് വിജയിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു, വൻ പരാജയമായിരുന്നു ഏത് ഈ കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ചോദ്യം, ഈ രണ്ട് കാഴ്ചപ്പാടും ഇങ്ങനെയൊക്കെയാണ്. അതിൽ ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് എങ്ങനെയാണ് മുന്തിയതായി മാറുന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നതായി മാറുന്നത്, എങ്ങനെയാണ് വിജയിക്കുന്നതായി മാറുന്നത്? ആളുകളൊക്കെ ഇപ്പോ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുകയും അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകത്ത്. എന്തുകൊണ്ട്? എന്താണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം എന്താണ്? കൊടുക്കണം. മുതലാളിമാരിൽ നിന്നെടുത്ത് പാവപ്പെട്ടവരിലേക്ക് ഒരു വിഹിതം നൽകും എന്നുള്ളത് ഒരു പോയിന്റാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ, അല്ലെ? അപ്പൊ അതിന്റെ കാഴ്ചപ്പാടിന്റെ എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട മറുപടി അൽ മാലു മാലുല്ലാഹ്. ധനം എന്ന് പറഞ്ഞാൽ അത് സമ്പാദിക്കുന്ന മുതലാളിയുടേതോ സ്റ്റേറ്റിൻ്റെതോ അല്ല. ധനം ആരാണോ നൽകിയത് അവൻ്റെതാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളുടെയും അസ്ല് തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടാണ്. അള്ളാഹുവിലേക്കാണ് പോയി. തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതോടുകൂടി ബാക്കി എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോ എന്താണ് മാലിനെ സംബന്ധിച്ചിടത്തോളം, ധനത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ശ്രദ്ധിക്കണേ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അൽ മാലു മാലുല്ലാഹ്. ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ്? അള്ളാഹുവിൻ്റെതാണ്. ഇനി അള്ളാഹുവിൻ്റെതാണെന്ന് സമ്മതിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹു എങ്ങനെയാണോ ധനം സമ്പാദിക്കുവാൻ പറഞ്ഞത്, എങ്ങനെയാണോ ചിലവഴിക്കാൻ പറഞ്ഞത്, ആ രീതിയിൽ സമ്പാദിക്കുകയും ആ രീതിയിൽ ചിലവഴിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോ നമുക്കതിലുള്ള അവകാശം എന്താണ്? വ്യക്തികൾക്ക് അതിലുള്ള അവകാശം എന്താണ്? മുസ്തഖ്ലിഫീന ഫീഹി. അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അവൻ പറഞ്ഞ പോലെ ചെലവഴിക്കും. നമ്മൾ അതിലെന്താണ്? ആരാണ്? ഖലീഫയാണ്. നമ്മൾ അതിലെന്ത്? പ്രതിനിധിയാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പ്രതിനിധി ആയിട്ടാണ് ഭൂമിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു പറഞ്ഞ പോലെയാണ് അത് ചിലവഴിക്കേണ്ടത്, അതുപോലെ തന്നെ സമ്പാദിക്കേണ്ടത്. ഹലാലായ രീതിയിൽ എത്രയും സമ്പാദിക്കാം, അതിനൊന്നും തന്നെ ഒരു തടസ്സവുമില്ല, അല്ലെ? നമ്മൾ പറഞ്ഞു ഒരാൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. അത് ശരിയാണോ തെറ്റാണോ? ഹലാലായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രീതിയിൽ എത്ര വേണമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് സമ്പാദിക്കാം. ശരിയാണോ? ഓക്കെ. അതേതോ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ റാഷിനെ. ഓക്കെ. അപ്പോ ശരിയാണ്. എന്താണ് അതിന് ഓരോ നമ്മൾ തെളിവ് പറയാ? അത് എത്രയും സമ്പാദിക്കാം. എങ്ങനെ? അള്ളാഹു അനുവദിച്ച രീതിയിൽ എത്രയും വേണമെങ്കിൽ നമുക്ക് സമ്പാദിക്കാം എന്നുള്ളതിന് നമ്മൾ എന്താണ് തെളിവ് പറയാ? നമ്മള് സൂറത്തുൽ ജുമുഅയിലെ ഒരു ആയത്ത് പറഞ്ഞിരുന്നു, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നുദിയ ലിസ്സലാത്തി മിൻ
ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ആ സമയത്ത് ഒഴിവാക്കണം. പിന്നെ ജുമാ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഭൂമിയിലേക്ക് പരക്കുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്ക് അപ്പൊ ഒരു കാഴ്ചപ്പാടുണ്ട്, സമ്പത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് ലോകത്ത്. അത് ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്ന കാഴ്ചപ്പാടല്ല. എന്താണ് ആ കാഴ്ചപ്പാട്? അദ്ദുന്യ ജീഫത്തുൻ വതുല്ലാബുഹാ കിലാബുൻ. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ആണ്. ജീഫത്ത് എന്ന എല്ലിന്റെ കഷ്ണം വേസ്റ്റ് ഒക്കെയാണ്. വതുല്ലാബുഹ അത് തെരഞ്ഞങ്ങനെ നടക്കുന്ന ആള് കിലാബുൻ നായയെ പോലെയാണ് എന്ന് നിരുത്സാഹപ്പെടുത്തുന്ന, സമ്പാദിക്കുവാൻ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ട്. അതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അത് നമ്മുടെ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞ ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഉ മിൻ ഫളിലില്ലാഹ്. അള്ളാഹുവിന്റെ ഫളിൽ. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത. അതെ, അതാണ് പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പോ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ, ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങള് നമ്മെ സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ പ്രേരിപ്പിക്കുന്നു, സാമൂഹിക പ്രവർത്തകരാക്കി തീർക്കുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ? നമസ്കാരത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു. ഇനി സക്കാത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പറയാം? നമ്മളൊരു സാമൂഹിക പ്രവർത്തകനായിട്ട് നമ്മുടെ നാട്ടില്, എന്റെ ഗ്രാമത്തില്, നിങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നമ്മൾ സാമൂഹിക പ്രവർത്തകരായിട്ട് മാറ്റുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക ഒരാൾക്ക്? സാമൂഹിക പ്രവർത്തനവും ഇസ്ലാമിന്റെ ഭാഗമാണ്. സേവന പ്രവർത്തനങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടാവും, സേവന പ്രവർത്തനങ്ങൾ അല്ലെ. അത് നിങ്ങൾ പോകാറുണ്ടോ? ഇപ്പൊ ഫിത്ർ സക്കാത്ത് വിതരണം നിങ്ങളെ നാട്ടിൽ നടത്തുന്നുണ്ടാവും. ചിലപ്പോ സംഘടിതമായിട്ട് ഫിത്ർ സക്കാത്തുള്ള നാടുകൾ ഉണ്ടാവും അല്ലെ. ഫിത്ർ സക്കാത്ത് വിതരണം സംഘടിതമായിട്ട് പള്ളിയിൽ വെച്ച് എല്ലാവരുടെയും ഫിത്ർ സക്കാത്ത് പള്ളിയിൽ ശേഖരിക്കുന്നു. ആ പള്ളിയിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. അതെ, വെരി ഗുഡ്. അപ്പോ സക്കാത്ത് എന്നുള്ളത് നമ്മെ എന്താണ്, ദരിദ്രനെ ഒരു രക്ഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവനെ എന്താക്കുന്ന, സമ്പന്നനാക്കി തീർക്കുന്ന, സമ്പാദിക്കുവാനുള്ള സ്രോതസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തനമാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നമ്മുടെ നാട്ടില് ഫിത്ർ സക്കാത്ത് പള്ളിയിൽ ശേഖരിക്കുന്നുണ്ടാവും, എല്ലാവരുടെയും ഫിത്ർ സക്കാത്ത്. അത് വിതരണം ചെയ്യുവാൻ ഒരുപാട് ആളുകൾ ആവശ്യമായിരിക്കും അല്ലെ. അപ്പൊ അതില് നിങ്ങൾ ആരെങ്കിലും പങ്കെടുക്കാറുണ്ടോ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നല്ല കാര്യമാണ്. നമ്മൾ ഈ പഠിച്ചതിന്റെ ഒരു പ്രായോഗിക രൂപം കൂടെയാണ്. കാരണം നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ എന്തിനു വേണ്ടി പ്രേരിപ്പിക്കണം? സാമൂഹികമായ പ്രവർത്തനത്തിന് കൂടി പ്രേരിപ്പിക്കണം അല്ലെ. കാരണം നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാണ് എങ്കിൽ അത് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് നിങ്ങളെ നയിക്കും. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്കാണ് നിങ്ങൾ ഇപ്പൊ ഈ 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങള് പങ്കെടുക്കാറുണ്ട് എന്നുള്ളത്. ആ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ പ്രായോഗികമായ ഒരു രീതി കൂടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം, നിയമനിർമ്മാണത്തിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണുള്ളത്. ഏത് കാര്യമാണെങ്കിലും നമ്മൾ പറഞ്ഞു, നമസ്കാരമാണെങ്കിൽ പോലും അത് നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റൂല. അതിനൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹു. നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോലും നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടായിരുന്നു, സുബഹി. നമുക്ക് നല്ല ആവേശമുണ്ട്, നമുക്ക് നല്ല ഒരു ഉണർവുണ്ട്. അപ്പോ എന്തോ 2 റക്അത്ത് മാത്രം നിസ്കരിക്കുന്നത്. ഇശാ ആണെങ്കിൽ 4 റക്അത്തും നമ്മൾ കടന്നുറങ്ങാൻ നേരത്തെ. അപ്പോ ആ സുബഹി നമുക്ക് നല്ല ഉണർവുള്ള നേരാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു 4 റക്അത്ത് നിസ്കരിക്കാം. നമസ്കാരല്ലേ, നല്ല കാര്യല്ലേ, 4 റക്അത്ത് അയച്ചിട്ട് പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് 4 റക്അത്ത് നമസ്കരിക്കാൻ കഴിയൂല. അതിന്റെ കാര്യത്തിൽ പോലും എന്താണ്, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെ സക്കാത്തിന്റെ കാര്യവും അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചിട്ടാണ് നമുക്ക് നമസ്കാരം മാത്രമല്ല സക്കാത്തിന്റെ കാര്യവും അല്ലെ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാകും യുൻഫിഖൂൻ. നമ്മളോട് കൽപ്പിച്ചൊരു കാര്യം, ആ കൽപ്പിച്ച നിയമം എത്രയാണോ ആ രീതിയിലാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അപ്പോ നിയമ നിർമ്മാണത്തിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതിനെന്താണ് നമ്മളൊരു ഉദാഹരണം, ഒരു തെളിവായിട്ട് പറയാം?
നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രാണുള്ളത്. നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു അത് മാത്രല്ല, നമ്മളെ ഒരു മൊബൈല് നമുക്ക് തന്നിട്ടുള്ള ആള്, ആ കമ്പനി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ആ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ ഇഷ്ടപ്രകാരം അതെന്നും കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ള എന്റെ താല്പര്യമൊന്നും നടക്കൂല. കാരണം എന്താണ്? അത് നിർമ്മിച്ചിട്ടുള്ള ആള് അതൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യനെ നിർമ്മിച്ചിട്ടുള്ള ശക്തി അള്ളാഹു ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഏത് മേഖലയിലും, ആ യന്ത്രത്തിന്റെ ഏത് മേഖലയിലും അങ്ങനെ തന്നെ അതുണ്ടാക്കിയ ആളുടെ നിയമം അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ, അല്ലെ? കാറ്റലോഗ് അനുസരിച്ച്. അതുപോലെ നമുക്ക് നൽകിയ കാറ്റലോഗ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ വിധി കൽപ്പിക്കുവാനുള്ള അവകാശമില്ല എന്ന് നമ്മൾ അതിനൊരു ഉദാഹരണ ഒരു തെളിവായിട്ട് നമ്മൾ പറയുന്നു. അപ്പോ വേറൊരു കാര്യം എന്താണ് നമ്മൾ കാറൂന്റെ മുതലാളിത്തത്തിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് കാറൂന്റെ ഒരു ഉദാഹരണമാണ്, അല്ലെ? കാറൂൻ എന്ന് പറഞ്ഞ ഒരു മുതലാളിയെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുതലാളിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് കാറൂന് മുതലാളി പറഞ്ഞ മറുപടി? നിങ്ങൾ സമ്പത്തൊക്കെ ഒന്ന് ശരിക്കാക്കണം എന്ന് പറഞ്ഞപ്പോ കാറു മുതലാളിയോട് പറഞ്ഞു, അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, നിനക്ക് നിന്റെ സമ്പത്തൊക്കെ ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് കാറു മുതലാളിയോട് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? മുതലാളിത്തത്തിന്റെ ഒന്നാമത്തെ വർത്തനാണ്, ഇത് എന്റെ സമ്പത്ത്. വെരി ഗുഡ്. ഇന്നമാ ഊതീതു അലാ ഇൽമി, ഇത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്ത സമ്പത്താണ്, അല്ലെ? എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്ത സമ്പത്താണ്. അങ്ങനെ ആരെങ്കിലും അത് എനിക്ക് തോന്നിയ പോലെ ചെലവഴിക്കും, എനിക്ക് തോന്നിയ പോലെ ഞാൻ സമ്പാദിക്കും എന്ന് കാറു മുതലാളി പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, പിന്നെ അടുത്ത ചോദ്യം, എന്തിനാണ് നമുക്ക് സമ്പത്ത് നൽകിയിട്ടുള്ളത്? വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു മറുപടി പറയും. സമ്പത്ത് നൽകിയിട്ടുള്ളത് എന്തിനാണ്? ഒരു പരീക്ഷണായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആദാമിൻ ഫളിലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അഷ്കുർ അമക്ഫുർ, ഞാന് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി കാണിക്കുന്നുവോ അതോ അള്ളാഹുവിനെ നിഷേധിക്കുന്നു? ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം, നമ്മളെ പഠിപ്പിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു സാധനമായിരുന്നു, നമ്മൾ ഒരു തോട്ടത്തിലേക്ക്, നമ്മുടെ സമ്പാദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത്, മുശ്രിക്കായിട്ടുള്ള വ്യക്തിയുടെ ഒരു സിഫത്ത്, ഒരു ഗുണം, വിശേഷണം, ഗുണമല്ല ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ആരാണ് മുശ്രിക്ക് എന്നുള്ളതിന് ഒരു വിശേഷണം കഴിഞ്ഞ കുറി നമ്മള് സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ വിശേഷണം? എന്തായിരുന്നു? വൈലുലിൽ മുശ്രിക്കീൻ എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അതിന് ശേഷം എന്താ പറയുന്നത്? അല്ലദീന ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് ഓതി നോക്കൂ. വൈലുലിൽ മുശ്രിക്കീൻ കാണില്ലേ? മുശ്രിക്കീങ്ങൾക്ക് നാശം. എങ്ങനെയുള്ള ആളുകളാണ് മുശ്രിക്കുകൾ? അല്ലദീന, എങ്ങനെയുള്ള ആളുകളാണ്? നൽകാത്തവരാണെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ആരാണ് ദീനിനെ കളവാക്കിയത്? അതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. ആരാണ് ദീനിനെ കളവാക്കിയവൻ? നമ്മളെ ദീനിനെ തന്നെ കളവാക്കിയവൻ, ഇസ്ലാമിനെ തന്നെ കളവാക്കിയവൻ ആരാണ്? യതീമിന്റെ ഭക്ഷണം കൊടുക്കാത്തവൻ, സമ്പത്ത് കൊടുക്കേണ്ട ആളുകൾക്ക്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ സമ്പത്ത് കൊടുക്കാത്ത ആളല്ലേ? ഇൻഷാ അല്ലാഹ്. അതാണ് അപ്പോ അതിലൊന്ന്.
ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ബാക്കിയായിട്ട് കുറച്ച് കാര്യം കൂടെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അതൊന്നും നോക്കാം എന്താണുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇസ്ലാമിലെ ഇനി നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിലെ നമ്മളിപ്പം സക്കാത്ത് പറഞ്ഞു, നോമ്പ് പറഞ്ഞു, അല്ല സക്കാത്ത് പറഞ്ഞു. ഇനി റമളാനിലെ നോമ്പാണ് നമുക്ക് പറയാനുള്ളത്. നോമ്പ്, റമളാനിലെ നോമ്പിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഇബാദത്തുകളും നമ്മളെ സാമൂഹിക പ്രവർത്തനത്തിലൂടെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇബാദത്തുകളാണ് എന്നുള്ളതാണ്. അപ്പൊ റമളാനെ സംബന്ധിച്ചിടത്തോളം റമളാന് ആ നോമ്പിന്റെ സംസ്കാരം അത് നമ്മളെ എങ്ങനെയാണ് സാമൂഹികമായിട്ട് ഇടപെടുവാൻ പ്രേരിപ്പിക്കുന്നത്? ആർക്കാ പറയാൻ കഴിയാ? എന്താണ് മൊത്തത്തില് ഈ സാമൂഹികമായി ഇടപെടുവാന് നോമ്പ് നമുക്ക് എങ്ങനെയാണ് നമ്മളെ നോമ്പെടുക്കുന്നത് നല്ലതാണെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടില്ലേ? അത് നമുക്ക് വിശപ്പ് മനസ്സിലാകുമ്പോ അങ്ങനെ ദരിദ്രരെ എങ്ങനെ നമ്മള് ദരിദ്ര വിശപ്പ് മനസ്സിലാക്കും. നമ്മൾ നോമ്പ് വിൽക്കുമ്പോ നമുക്ക് ഒരു ഭക്ഷണം കിട്ടാത്ത ആളെ വിശപ്പ് മനസ്സിലാവും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ്. അതാണ് ആ പറഞ്ഞത്, കറക്റ്റ് ആണ്. ആരാണ് ആ പറഞ്ഞത്? അവരുടെ പേരെന്താണ്? പറയൂ പേര്. ഓക്കെ, നല്ല ഉത്തരായിരുന്നു. എന്താണെന്ന് വെച്ചാല് സമ്പത്ത് നമുക്ക് വിശപ്പ് മനസ്സിലാകുന്നു, മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാകുന്നു. ലോകത്തിന്റെ വിശപ്പ് മാറ്റുവാൻ വേണ്ടി നമ്മൾ പണിയെടുക്കും. ഒന്ന്. രണ്ടാമത്തത് നോമ്പിന് ഉണ്ടാകുന്ന പ്രത്യേകതകളുണ്ട് അല്ലെ? 2 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ലൈംഗികത ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റമളാൻ നോമ്പിന്റെ സമയങ്ങളിൽ നമ്മള് ലൈംഗികമായിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. രണ്ടാമത് ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞു അല്ലെ? ഇതെന്തിനാ ഒഴിവാക്കാൻ പറഞ്ഞത്? ഇത് ഒഴിവാക്കിയിട്ട് എന്താണ് ഭൂമിയില് എന്താണ് സംഭവിക്കുക? നമ്മുടെ ഈ ഭക്ഷണം ഒഴിവാക്കി എന്താണ് സംഭവം? അതുകൊണ്ട് എന്താ ഒരാള് ശുദ്ധമാവുമോ? നോമ്പിന്റെ അർത്ഥം എന്താണ്? റമളാൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? പാവപ്പെട്ടവരുടെ വിശപ്പ് മനസ്സിലാക്കുക. റമളാൻ എന്നതിന്റെ അർത്ഥം കരിച്ചു കളയുക. പേരെ കൊണ്ട് കരിച്ചു കളയുക എന്നുള്ളതാണ്. അതായത് ഒരു ക്യാൻസറിനുള്ള ചികിത്സക്ക് എന്താ പറയാ? റേഡിയേഷൻ എന്ന് പറയും അല്ലെ? കരിച്ചു കളയുന്ന ആ ഒരു സംഗതി റേഡിയേഷൻ എന്നുള്ളതാണ് റമളാൻ എന്നതിന്റെ അർത്ഥം. കരിച്ചു കളയുക എന്നുള്ളതാണ് റമളാൻ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ തിന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് തിന്മകളെയൊക്കെ കരിച്ചു കളയുന്ന ഒരു ഇബാദത്ത്, അതാണ് റമളാൻ നോമ്പ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണം ഒഴിവാക്കിയതുകൊണ്ട് എന്താ കാര്യം? അതിലെന്താ യുക്തി? വിശപ്പ് മനസ്സിലാവും. ദരിദ്രരുടെ വിശപ്പ് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഭൂമിയിൽ ആദ്യമായി അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തിൽ, മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഭാഗത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ 2 തെറ്റുകൾ, ആ 2 തെറ്റുകളിൽ ഒന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാണത്? മനുഷ്യനെ ഇബ്ലീസ് ആദ്യം പിഴപ്പിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട? ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ? ഒന്നത് അത് മാത്രമല്ല, ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ നെട്ടോട്ടവും അതുപോലെ തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കലും ചതിക്കലും ഒക്കെ. എന്തിനു വേണ്ടിയാണ്? അവസാനം എന്താണ്? എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അല്ലെ? സമ്പാദിക്കണം എന്തിനാണ്? നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് ജീവിക്കുവാനും വേണ്ടിയാണ്. അപ്പൊ ആ ഒരു പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത് എന്താണ്? ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയമാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്? ആ സമയത്തേക്ക് ഞാൻ അത് ഒഴിവാക്കാൻ തയ്യാറാണ് എന്നുള്ളത് അവന് അള്ളാഹുവിന് ഉറപ്പ് കൊടുക്കുകയാണ് റമളാനിലെ നോമ്പിലൂടെ അല്ലെ? അപ്പൊ ഒന്നാമത്തെ തെറ്റ് അതായിരുന്നു. രണ്ടാമത്തെ തെറ്റ് എന്താണ്? ഭൂമിയിൽ വന്ന ഉടനെ തന്നെ സംഭവിച്ച തെറ്റ് ഈ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മക്കൾ അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും
അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട അവരുടെ സഹോദരന്മാരെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം അല്ലെ. അപ്പോ രണ്ടാമത് ഭൂമിയിൽ നടന്നിട്ടുള്ള തെറ്റ് എന്ന് പറയുന്ന ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതും ഒഴിവാക്കാൻ പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ വാർത്തകൾ കാണുമ്പോഴും ഒക്കെ അതിക്രൂരമായിട്ടുള്ള തെറ്റുകൾ, അക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതും തന്നെ ലോകത്ത് ഞാൻ അള്ളാഹ് പറയുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കുവാൻ, എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കുവാൻ അള്ളാഹു പറയുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞ രീതിയിൽ ഒഴിവാക്കുവാൻ ഞാൻ പ്രാപ്തനാണ്, തയ്യാറാണ് എന്നുകൂടി പഠിക്കുകയാണ് റമദാനിലൂടെ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പോ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രകൃതിക്ക് വേണ്ടിയുള്ള ഒരുപാട് മാസങ്ങള് നമ്മള് അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതുവരെ ചൂടായിരുന്നു, കുറച്ച് മുമ്പ് വരെ ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ ഭൂമി ഭയങ്കര മഴയായിരുന്നു. ആ മഴ ഒരു അസ്വസ്ഥതയായി, ഇവിടെ ചളിയായി, ആകെ ഒന്ന് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മാറിയിട്ട് ഒരു തണുത്ത കാലാവസ്ഥ വരുന്നു. ഈ തണുപ്പ് ഇനി വല്ലാതെ ഇങ്ങനെ ജനുവരി ഒക്കെ കഴിഞ്ഞ് ആവുമ്പോഴേക്കും മനുഷ്യന് തണുപ്പ് വല്ലാതെ പ്രയാസമാകുമ്പോഴേക്കും ചൂടുകാലം വരുന്നു. അങ്ങനെ കാലം ഈ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ പ്രകൃതിക്ക് അനുയോജ്യമായ ഒരുപാട് മാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജൂൺ, ജൂലൈ, അപ്പോൾ ഡിസംബർ തണുപ്പ്, അതുപോലെ തന്നെ ജൂൺ മാസം മഴ, അതുപോലെ തന്നെ അങ്ങനെ വന്നിട്ട് ഏപ്രിൽ, മെയ് അപ്പോൾ ചൂട് ആയി, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഇനി മനസ്സിന് വേണ്ടിയിട്ട് ഒരു മാസം വേണം. മനസ്സിന് വേണ്ടിയിട്ടുള്ള മാസമാണ്, മനസ്സിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട മാസമാണ് എന്ത്, ഈ റമദാൻ എന്ന് പറയുന്നത് അല്ലെ. റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, റമദാന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കരിച്ചു കളയുക എന്നുള്ളതാണ്. ആ കരിച്ചു കളയല് അതില് നടക്കേണ്ടതുണ്ട്. കരിച്ചു കളയുക എന്നുള്ളത് അതിൽ നടക്കേണ്ടതുണ്ട്. അപ്പൊ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന, അപ്പൊ ഇസ്ലാമിൽ നമുക്കറിയാം 5 സ്തംഭങ്ങളാണുള്ളത് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ആ 5 സ്തംഭങ്ങളില് ഒന്ന് നമ്മൾ പറഞ്ഞ നോമ്പ്, ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഷഹാദത്ത്, അതുപോലെ തന്നെ ഇഖാമത്തു സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്, അതുപോലെ തന്നെ ഇതാഉ സക്ക അത് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഹജ്ജ്, ഇത് ഈ 5 കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ആ 5 കാര്യങ്ങള് അതില് നമുക്കറിയാം റമദാൻ എന്ന് പറയുന്നത് അതിലൊരു സ്തംഭമാണ്. അപ്പൊ അത് നമുക്ക് നിർബന്ധമാണ്. റമദാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോമ്പ് നിർബന്ധമാണ്. അതിൽ നിന്ന് ചില ആളുകൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. ആ ഇളവ് കൊടുക്കാത്ത ആളുകൾക്കൊക്കെ അത് നിർബന്ധമാണ്. അത് നിർബന്ധമല്ല എന്നൊരാള് ആ നിർബന്ധമാണ് എന്നുള്ള ഇതൊക്കെ പഠിച്ചതിന് ശേഷവും നിർബന്ധമല്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് പുറത്താണ് അദ്ദേഹം. നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമസ്കാരവും നിഷേധിക്കുന്ന ഒരു വ്യക്തി, അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവന് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. എന്നാല് നിർബന്ധമാണെന്ന് അംഗീകരിക്കുകയും എന്നാൽ അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പൊ നമുക്ക് നിർബന്ധമാണ് എന്നറിയാം, എന്നാൽ അതിപ്പോ നോക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, നിഷേധിക്കുന്നൊന്നുമില്ല. നോമ്പ് ഇസ്ലാമിന്റെ ഒരു സ്തംഭമാണ് എന്നുള്ളത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെ അവഗണിച്ച് തള്ളുകയാണ്, അല്ലെങ്കിൽ നിസ്സാരമാകാണ്. ചില വീടുകളിലൊക്കെ പണ്ട് മുമ്പൊക്കെ റമദാൻ മാസത്തെ തന്നെ നോമ്പ് കാലത്ത് തന്നെ ആളുകളുടെ ഇടയിലൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ, ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവര് അങ്ങനെ നിസ്സാരമായിട്ട് അതിനെ കാണുന്നവരാണ് എങ്കിൽ അതില് അവരും ഇതിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായത്തില് അത് നോമ്പ് നിഷേധിക്കുന്നില്ല എങ്കിൽ പാപമായിട്ടാണ് ഗണിക്കുക, വലിയൊരു തെറ്റായിട്ടാണ്, കുറ്റമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവരും ഇസ്ലാമിൽ പുറത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് കേട്ടോ. അപ്പൊ നോമ്പിന്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. ധാരാളമായിട്ട് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന്, മനുഷ്യ എല്ലാ നന്മകളും 10 മുതൽ 700 വരെ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും. എന്നാൽ അള്ളാഹു പറയുന്നത് അത് നോമ്പ് എന്നുള്ളതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലം എത്ര എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എത്ര കണക്കില്ലാത്ത പ്രതിഫലം അതിന് നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു അസ്സ വജല്ല കുല്ലു അമലിൻ ഇബ്നു ആദം ലഹു
ഇല്ല സിയാം, നോമ്പൊഴികെ എല്ലാം അവനുള്ളതാണ്. അതായത് ഈ ആളുകൾക്കുള്ളതാണ്, വ്യക്തികൾക്കുള്ളതാണ്. പക്ഷെ നോമ്പ് എനിക്കാണ് എന്ന് പറയുന്നുണ്ട്. ഹുവല്ലി, അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ഇതൊക്കെ അതിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, എന്ത്, ഇന്ന ഫിൽ ജന്ന ബാബുൻ യുഖാലു ലഹു റയ്യാൻ, ഇന്ന ഫിൽ ജന്നതി ബാബുൻ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, യുഖാലു ലഹു റയ്യാൻ, അതിന്റെ പേരെന്താണ്? റയ്യാൻ എന്നുള്ളതാണ്. യദ്ഖുലു മിൻഹു സായിമൂൻ, അതിലൂടെ പ്രവേശിക്കുക ആരാണ്? സായിമീങ്ങൾ മാത്രമാണ്, നോമ്പുകാര് മാത്രമാണ് അതിൽ പ്രവേശിക്കുക. യൗമുൽ ഖിയാമയില് നോമ്പുകാര് മാത്രമാണ്, മറ്റാരും അതില് പ്രവേശിക്കുകയില്ല. അയിന സായിമൂൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സായിമീങ്ങള്, നോമ്പുകാര് മാത്രം പ്രവേശിക്കുന്ന ഒരു വാതിൽ തന്നെ സ്വർഗത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കല് എനിക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യത്തെ കുറിച്ച് എന്നെ കൽപ്പിച്ചാലും എന്ന് പറഞ്ഞിട്ട് ഒരു സ്വഹാബി വരികയാണ് റസൂലിന്റെ അടുത്ത്. അങ്ങനെ ആ സമയത്തും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് നോമ്പിന്റെ കാര്യം, നീ നോമ്പനുഷ്ഠിക്കുക, അതുപോലെ മറ്റൊരു കാര്യമില്ല, മറ്റൊരു ഇബാദത്തില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ മറ്റു ഇബാദത്തുകളൊക്കെ എങ്ങനെയായാലും മറ്റുള്ളവര് കാണുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ നമസ്കരിച്ചില്ലെങ്കിൽ ഉമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഉപ്പ ചോദിക്കും, നീ നമസ്കരിച്ചോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമസ്കരിച്ചിട്ടില്ല, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അള്ളാഹ് മറ്റുള്ളവരൂടെ കാണും ആ നമസ്കാരം. ഞാൻ നോമ്പ് തോറ്റിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയൂ. അതാണ് അതിന്റെ പ്രത്യേകത. എനിക്കും അള്ളാഹുവിനും മാത്രമാണ് നോമ്പ് തോറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയുകയുള്ളൂ എന്ന്. അത്രയും വളരെ ഇതോടുകൂടിയാണ് നോമ്പ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക, കണക്കില്ലാത്ത രീതിയിൽ അതിന് പ്രതിഫലം നൽകും എന്നൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു തരും. നിങ്ങൾ പഠിച്ചതായിരിക്കും, മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന് മുൻകഴിഞ്ഞിട്ടുള്ള പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അനുഷ്ഠിക്കേണ്ട രീതിയിൽ നോമ്പനുഷ്ഠിച്ചാൽ അതിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരും. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് റമളാനിലെ നോമ്പിന്റെ പ്രത്യേകതകളാണ്. ഈ നോമ്പ് കൊണ്ട് എന്തൊക്കെയാണ് നേടിയെടുക്കാനുള്ളത്? ഒന്ന്, ഈമാൻ വർദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികതയിലേക്ക്, ഈ സാമൂഹികതയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിച്ചാൽ എന്താണ് നടക്കുക എന്നുള്ള ഈമാന്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്? അമ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞിരുന്നത്? വിശ്വാസം. വിശ്വാസം എന്നുള്ളതിന് അമ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈമാൻ എന്നുള്ളത് വരുന്നത് അമ്ന എന്നതാണ്. അമ്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിർഭയത്വം, അല്ലെ? ഒരാൾ മുഅ്മിനാകുന്നതോടുകൂടി ബാക്കിയുള്ളവർക്ക് നിർഭയത്വം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു സമൂഹം മുഴുവൻ മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ പിന്നുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം എന്താണ്? നിർഭയത്വം ഉണ്ടാകും എന്നുള്ള. ആരെയും ഭയപ്പെടാതെ ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ നാട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഈമാൻ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിർഭയത്വം ആ നാട്ടിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. ഒരാൾക്കൊരു വലിയൊരു ഈമാനുള്ള ഒരു വ്യക്തിയായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിമിത്തമാകും. നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പരിശീലനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിലെ നോമ്പ് വിജയിക്കുകയാണെങ്കിൽ ആ വ്യക്തിയില് നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ അവനക്ക് സാധിക്കുമെന്നുള്ളത്. നിഷിദ്ധങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിന്നാൽ അവന് മാത്രമാണോ ഗുണം? നിങ്ങൾ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ നിങ്ങൾക്ക് മാത്രമാണോ ഗുണം? ആർക്കൊക്കെയാണ് ഗുണം ഉണ്ടാവുക? നമ്മളെപ്പോഴുള്ള എല്ലാവർക്കും. നമ്മുടെ കുടുംബത്തിന് നിഷിദ്ധത്തിന്, നിങ്ങളിപ്പോ ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ് അതിന്റെ ദൂഷ്യം ഉണ്ടാവുക? ഒന്നാമത് ഉമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കും, ഉപ്പ വിഷമിച്ചുകൊണ്ടിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. വളരെ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സങ്കടമായിരിക്കും എൻ്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു വേണ്ടാധീനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക. അപ്പൊ ആ കുടുംബം വിഷമിക്കും. പിന്നെ സമൂഹം അതിന്റെ ദോഷം അനുഭവിക്കും. അവന്റെ അക്രമവും അവന്റെ വേണ്ടാധീനങ്ങളും ഒക്കെ ഇതിന്റെ പേരിൽ, ലഹരിയുടെ പേരിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമവും വേണ്ടാധീനങ്ങളും ഒക്കെ അനുഭവിക്കാരാണ്? ആ സമൂഹം. നിങ്ങളെ നാടാണ്, ആ ഗ്രാമമാണ്. നിങ്ങളെ നാടായ നിങ്ങളെ ഭയപ്പെടും, അല്ലെ? ഞങ്ങളുടെ മക്കളെയൊക്കെ അവര്
നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. കാരണം മക്കളും അതേപോലെ ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ ബഹിഷ്കരണം നടന്നുകൊണ്ടിരിക്കും. നിങ്ങളെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ? ഒരു ദൂഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാല്. അപ്പോ നിഷിദ്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്ന് കഴിഞ്ഞാല് ആദ്യം നിങ്ങളുടെ ഉമ്മക്കും ഉപ്പക്കും അത് ഉപകാരപ്പെടും. അതൊരു ആസ്വാദനമായി മാറും. നിങ്ങൾ വലിയ സന്തോഷം നൽകും. പിന്നെ നിങ്ങളുടെ നാടിന് സന്തോഷം നൽകും. അതുപോലെ തന്നെ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ നിങ്ങൾ രാജ്യത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ രാജ്യത്തിന് മുഴുവനും നിങ്ങളെ സന്തോഷം നൽകും എന്നതാണ്. അപ്പോ നോമ്പ് കൊണ്ടുണ്ടാകുന്ന എന്താണ്? നിങ്ങളുടെ നാടിന് നിങ്ങൾ എന്താണ് സന്തോഷം നൽകുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നേരായ വഴിയിലൂടെ അതിനെ കൊണ്ടെടുക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം തന്നെയാണ്. നാലാമത്തത് പാപമോചനം ലഭിക്കും അല്ലെ? അപ്പോ പാപമോചനം ലഭിക്കുമെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു ഉപകാരമാണ്. അതുപോലെ തന്നെ പൈശാചികമായ ദുർബോധങ്ങളിൽ നിന്നെല്ലാം മുക്തമാകും. അപ്പോ നമ്മെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കും. അപ്പൊ ചീത്ത കൂട്ടുകാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബ്ലീസ്, ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയാറുണ്ടോ? ആരാണ്? ഇല്ല. ചിലപ്പോ നമ്മുടെ ചങ്ങാതിമാരിൽ അതുണ്ടാവും. കാരണം തെറ്റായ ഒരു രീതിയിലേക്ക്, തെറ്റായ ഒരു കാര്യത്തെ നമ്മളിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പൂതി വെപ്പിച്ചുകൊണ്ട്, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവന് ഒരു ഇബ്ലീസിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മുടെ കോളേജുകൾ തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കോളേജ് തലങ്ങളിൽ തന്നെ നമ്മെ തെറ്റുകളെ അത്ര വലിയൊരു പ്രശ്നമല്ലാതെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ലഹരിയുടെ ഒന്നാമത്തെ ഘട്ടം ഞാൻ പറയുന്നു, നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം, ലഹരിയുടെ ഒന്നാമത്തെ ഘട്ടം, അത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയും, നിങ്ങളെ ഇസ്ലാം നിരോധിച്ചത് അതൊന്നുമല്ലല്ലോ, മദ്യപാനാണല്ലോ ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത്. അപ്പൊ ലഹരിയുടെ ഒന്നാമത്തെ ഘട്ടം വേറെ ചില കാര്യങ്ങളായിരിക്കും. അതൊന്നും നിഷേധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അത് ചങ്ങാതി യഥാർത്ഥത്തില് പിശാചിന്റെ, ചെകുത്താന്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നോമ്പ് എന്ത് ചെയ്യും? നമ്മളെ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുവാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ശക്തി നൽകും, ഈമാനികമായ ശക്തി നൽകും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ വിശപ്പും ദാഹവും അനുഭവിക്കുന്നത് വഴി ദരിദ്രന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഒരാള് പറഞ്ഞ ഒരു കാര്യമാണ്. നേരത്തെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നമ്മളോട് പറഞ്ഞു അല്ലെ, വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതും തന്നെ സമൂഹത്തിൽ ദരിദ്രർക്ക് വേണ്ടി പണിയെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. ദരിദ്രർക്ക് വേണ്ടി, ദരിദ്രരെ അവരുടെ വിഷമങ്ങള് ഇല്ലാതാക്കുവാൻ വേണ്ടി പണിയെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു റമദാനിലെ നോമ്പ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷമ ശീലിക്കും. ക്ഷമ ശീലിച്ചാലും എന്താണ്? റമദാന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷമ ശീലിക്കും എന്നുള്ളത്. അങ്ങനെ ക്ഷമ ശീലിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആർക്കാ? നേട്ടങ്ങൾക്ക് മാത്രമാണോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങള് ഒരു ക്ഷമയില്ലാതെ അക്ഷമനായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ റമദാനിലൂടെ നിങ്ങൾ കർശനമായ പരിശീലനത്തിലൂടെ ക്ഷമ പാലിച്ചു, ക്ഷമ ഉണ്ടാക്കി അല്ലെ? എങ്ങനെയാണ് ക്ഷമ ഉണ്ടാക്കിയത്? ഒരാൾ അവിടെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ പറയും എന്താ? അനസ്വായും, ഞാന് നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കുകയാണ് ചെയ്യുക അല്ലെ? അപ്പോ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ പോലും അനസ്വായും, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കുക. അങ്ങനെ അതിലൂടെ പരിശീലനത്തിലൂടെ ക്ഷമ ശീലിക്കുമെങ്കിൽ എന്റെ ഉമ്മാക്ക് അത് ഉപകാരമാണ്, എന്റെ ഉപ്പാക്ക് അത് ഉപകാരമാണ്, എന്റെ കുടുംബത്തിന് ഉപകാരമാണ്, എന്റെ നാടിന് ഉപകാരമാണ്. ഞാൻ പല കാര്യത്തിനും ക്ഷമിക്കുവാൻ കഴിവുറ്റവനായി നോമ്പിലൂടെ ഞാൻ കഴിവുറ്റവനായി മാറുന്നു. എട്ടാമത്തെ കാര്യം, ഇതിനെല്ലാം പുറമെ ആരോഗ്യപരമായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ? അതുപോലെ തന്നെ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചീത്ത വാക്ക് പറയുന്നത്, മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതും എന്ന് മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇതൊക്കെ സമൂഹത്തിനാണ് ഉപകാരം, നിങ്ങൾക്ക് മാത്രമല്ല. നിങ്ങൾ ചീത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സമൂഹത്തിൽ മോഷണം ഉണ്ടാകാതിരിക്കുന്നു, കളവില്ലാതിരിക്കുന്നു, അതുപോലെ തന്നെ ദുഷിച്ച പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്നു. അങ്ങനെ സമൂഹം സാംസ്കാരികമായി ഉയരുന്നു. നിങ്ങളുടെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോമ്പുകാരനായി മാറുമ്പോൾ ചീത്ത കാര്യങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്നുള്ള. അപ്പൊ സമൂഹത്തിനാണ് അത് ഉപകാരപ്പെടുക. അതുപോലെ തന്നെ ആരെങ്കിലും ശണ്ട കൂടുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നോമ്പ് എന്ത് ചെയ്യുന്നു? സമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്ന ഒരു ആരാധനാ കർമ്മമാണ്. അതല്ലാതെ ഒരു ആത്മീയ ആരാധനാകർമ്മം മാത്രമല്ല, അതിലൂടെ ഈ ഇബാദത്തുകളുടെ ഇസ്ലാം സാമൂഹികമായ ഒരു പരിഷ്കരണ പ്രവർത്തനം, അല്ലെങ്കിൽ സാമൂഹികമായി ഇടപെടുവാൻ ഓരോ ഇബാദത്ത് ചെയ്യുന്നവരെയും പ്രേരിപ്പിക്കുന്നുണ്ട്, അതിനെ പ്രാപ്തമാക്കുന്നുണ്ട്.
അത് റമദാനും അതുപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ സക്കാത്ത് പറഞ്ഞ പോലെ റമദാനും നമ്മെ ഇവിടെയുള്ള വിശപ്പ് മനസ്സിലാക്കുകയും വിശക്കുന്നവന്റെ വിശപ്പ് മനസ്സിലാക്കുകയും ആ വിശപ്പില്ലാതാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ സജ്ജനാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് തെറ്റുകൾ തിന്മയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയുന്നു. അങ്ങനെ സമൂഹത്തെ സാംസ്കാരികമായി ഉയർത്തുവാനും ഈ ഇബാദത്ത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിലെ കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങളൊക്കെ ഇതിനു കൂടി നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. റമദാനിലൂടെയും അത് തന്നെയാണ് സംഭവിക്കുന്നുണ്ട്, അതുകൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. റമദാനിലെ നോമ്പിന്റെ ഫിഖ്ഹും അതുപോലെ തന്നെ നോമ്പിന്റെ പ്രാധാന്യം ഒന്നും അധികം നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ഹദീസിന്റെ ക്ലാസ്സിലും ഫിഖിന്റെ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങള് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദിക്കാം. കൂടുതൽ ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ തറച്ചു നിൽക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയെ കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള ഒരു കഴിവും വാക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ ഇൽമ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമയം അതിക്ഷിച്ചിട്ട് നമുക്ക് ലീവാവുന്നതാണ്. അസ്സലാമു അലൈക്കും.